ഒരു ദിവസം ഞാനൊരു സ്ലീപ്പർ ബസ്സിൽ പോകുന്ന സമയത്ത് എന്താ പ്രശ്നം? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു 3 ആൾക്കാരെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നിനക്കിത് വേണം. അറ്റാക്ക് ചെയ്യാൻ വന്നേ ഉള്ളൂ, അറ്റാക്ക് നടന്നില്ല. അങ്ങനെ പോലെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങണം. എനിക്കൊന്നും വേണ്ട. അവരും പുറത്തുനിന്ന് മിഡിൽ ഫിംഗർ ഒക്കെ കാണിച്ചും കൊണ്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ 3 ആൾക്കാരോട് രാത്രി ഫൈറ്റ് ചെയ്യാൻ ഈ വട്ടുണ്ടോ? ഞാൻ അവിടെ സ്ലീപ്പർ അവിടെ തന്നെ ഇരുന്നു. സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല, അണച്ചുപോയി അല്ലേ സാറേ? പിന്നെ ബസ്സിലോട്ട് അവരെ കയറ്റിയില്ല, കാരണം സ്ട്രേഞ്ചേഴ്സിന് ഫാമിലിയൊക്കെ ഉള്ള ബസ്സല്ലേ. അകത്തുനിന്ന് പുറത്തിറങ്ങിയാലും ഇടിക്കണ്ട, പുറത്തുനിന്ന് അകത്ത് കയറി ഇടിക്കണ്ട കേട്ടാ. എന്നിട്ട് ഒരു ചങ്ങായി കയറി വന്ന് കട്ടണം നോക്കി എന്നെ നോക്കി. അപ്പൊ ഞാനും നോക്കി. പുള്ളിക്ക് അവിടെ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായില്ല. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. പുള്ളി ഫൈറ്റ് ചെയ്യാൻ വന്നത് തോന്നുന്നു. പുള്ളി ഫൈറ്റ് ചെയ്യാൻ തിരിച്ച് പുറത്തു പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും മിഡിൽ ഫിംഗർ കാണിച്ച് പ്രൊവോക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു കഥയിലെത്ത ആളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പോകില്ല ഇറങ്ങിയിട്ട്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അപ്പൊ അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് ഒരു മമ്മൂട്ടി ഫാന് ആരാധകരെ കണ്ട പുള്ളി നീ കോക്കല്ലേ ഉദ്ദേശിച്ചാലും ഞാൻ തന്നെയാണ്, തകർത്തോളൂ. ഞാൻ പറഞ്ഞ കോക്കാണ്. നിന്റെ ഐഡിയ എനിക്കറിയാം, എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. നീ മമ്മൂക്കയുടെ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമകൾക്ക് നീ നെഗറ്റീവ് അടിക്കുകയും അഴിക്കും തോറും മുറുകി വരുന്ന കുരുക്ക് അതാ നീ. തിയേറ്ററിൽ വിജയിക്കാത്ത സിനിമകൾക്ക് നീ പോസിറ്റീവും പറയുന്നു. അത് നിന്റെ ഐഡിയ ആണെന്ന് എനിക്കറിയാം, നിനക്ക് കാണിച്ചു തരാം. ഞാൻ കാല് പിടിക്കാം, അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പ്ലീസ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എന്നെ തടയരുത്. ഇല്ല, ഇനി ഞാനായിട്ട് തടയുന്നില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. ഞാൻ ഇപ്പം വിളിച്ച അവിടെ 10 പേര് വരെ നിന്നെ കാണിച്ചു തരാൻ പറഞ്ഞു. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ഞാൻ ലിഫ്റ്റ് കാര്യം പോയി, പിന്നെ പുള്ളിയെ കണ്ടില്ല. പക്ഷെ പുള്ളി എന്നെ അടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഏതൊക്കെ ഫാൻ ഗ്രൂപ്പിലെ പോയി പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. അത് ശരി, നീ ലോ മുഴുവൻ അറിയിച്ചല്ലേ? അല്ല, ഞാൻ ഈ പരിസരത്ത് മാത്രം. കുറെ പേര് ഇടയ്ക്ക് കമന്റ് ചെയ്യുന്നതാണോ, നിനക്കൊന്ന് ഹൈലൈറ്റ് മോളൊന്നും കിട്ടിയില്ലേ? നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, ചോദിക്കാതെ തന്നെ എന്തും തരും. അവിടെ നിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇതിലും ഭേദാറിപ്പറുടെ കൈ കൊണ്ട് ചാകുന്നായിരുന്നില്ലേ? ഞാനിങ്ങനെ നടന്നു പോകുന്നു, പുള്ളി ഇങ്ങനെ എൻ്റെ കൂടെ നടന്ന് നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ലിഫ്റ്റ് കയറി പോയി, പുള്ളി വേറെ ഇങ്ങോട്ട് പോയി. അടിപൊളി. അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ, എന്തായിരിക്കും സംഭവിച്ചത്? അങ്ങനെ 2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2 തല്ല് ഇനിയും പെൻഡിങ്. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം.